ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നത് മോർണിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു മടിയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ 2 ദിവസം പിന്നെ നമ്മൾ വീട്ടിലൊക്കെ പോയി വന്നതുകൊണ്ട് അറിയില്ല, കിച്ചണിലൊക്കെ വരാനൊക്കെ നല്ലൊരു ഊരമടിയുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കടലൊക്കെ ഗ്യാസിന് വേവാനായിട്ട് വെച്ചിട്ട് പിന്നെ അങ്ങനെ അപ്പം ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വിരുന്നൊക്കെ പോയി വന്നിട്ട് അങ്ങനെ നമ്മളെ ഡ്യൂട്ടിക്ക് അങ്ങോട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പം അങ്ങനെ ചുട്ടെടുക്കുകയാണ്. അപ്പം അങ്ങനെ എവിടെയെങ്കിലൊക്കെ പോയി വന്നാൽ തന്നെ നമുക്ക് നല്ല പണി ഉണ്ടാവില്ലേ. അപ്പം നമുക്ക് കുറേ പണി കാണുമ്പോൾ തന്നെ പൊതുവെ ഒരു മടി വരൂലേ. അപ്പം അങ്ങനെ എന്തായാലും ഇന്ന് കുറേ പണി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പം അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പം ചുടലൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ഓരോരുത്തർക്ക് അങ്ങനെ ചായ കുടിച്ചിട്ടൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ചായ കുടിക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പം അത് ഞാനിങ്ങനെ കടലക്കറി ഇങ്ങനെ തേങ്ങ ഒന്നും അരക്കാതെ ഇങ്ങനെ കുറുക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അരച്ചാൽ ചിലപ്പോൾ ഇവിടെ ബാക്കിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ തേങ്ങ ഒന്നും അരച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊരമടി വല്ലാതെ കൂടിയപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു വേഗത്തിൽ മടിച്ച് നിന്നിട്ട് കാര്യമില്ല, ഏതായാലും എടുക്കേണ്ട പണി നമ്മൾ തന്നെ എടുക്കണം. അപ്പോൾ അതൊക്കെ വേഗം എടുക്കാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ മടിയെ നമ്മൾ തന്നെയാണല്ലേ തോൽപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ വേഗത ആ പാത്രമൊക്കെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ പാത്രം ഇങ്ങനെ കൂടിയിട്ട് കണ്ടാൽ തന്നെ നമുക്ക് പണിയെടുക്കാൻ നല്ലൊരു മടിയായിട്ട് തോന്നൂലേ. അപ്പോൾ ഇതങ്ങോട്ട് കഴുകി വെച്ചാൽ തന്നെ പിന്നെ നല്ലൊരു ഇൻട്രസ്റ്റ് താൻ നമുക്ക് വരും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വേഗത്തിൽ അങ്ങനെ പാത്രം കഴുകിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ അടുപ്പും വീതനൊക്കെ വേഗം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് വൃത്തിയായപ്പോഴത്തേന് പിന്നെ കുറേയൊക്കെ ഒരു മടി ഇങ്ങനെ മാറി വരുന്ന പോലെ തോന്നി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായി. അപ്പോൾ ഞാൻ അതിലേക്ക് അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ അത് അടുപ്പത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി അവിടെ ഇട്ടാൽ പിന്നെ അതങ്ങനെ അവിടെ കടന്ന് വെന്തോളുമല്ലോ. അപ്പോഴത്തേന് നമുക്ക് വേറെ പണികളൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ അരിയൊക്കെ അങ്ങനെ അടുപ്പത്തിട്ടിട്ട് പിന്നെ അങ്ങനെ മിഷുവിന് ഫുഡൊക്കെ കൊടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം മിഷു നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓലൊക്കെ ഒപ്പം ഒരു വട്ടം ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് കൊടുത്തിട്ട് പിന്നെ ഓനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓന് നേരത്തെ നീച്ചതുകൊണ്ട് തന്നെ ഓന് ഉറക്കം വന്നിട്ടുണ്ടായി. അപ്പോൾ ഓനൊന്ന് ഉറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മിഷുവിനൊക്കെ ഉറക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങനെ മീനൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് മീൻ കറിയും അതേപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ്. പിന്നെ മീനൊന്ന് മുളകിട്ടെടുക്കണമുണ്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് പണി കഴിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല മടിയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാതും എടുക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാനിതാ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബീട്രൂട്ട് ഉപ്പേരി. അപ്പോൾ ഞാൻ ചെറുള്ളി അരിഞ്ഞിട്ട് ഇങ്ങനെ ആവിയിലിങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പച്ചമുളക് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മീനൊക്കെ നന്നാക്കിയെടുത്ത് ഉപ്പേരിയൊക്കെ റെഡിയാക്കിയപ്പോഴത്തേന് നമ്മുടെ ചോറൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് ഊറ്റിയെടുക്കുകയാണ്.
അപ്പോൾ അങ്ങനെ ഞാൻ ചോറ് വെന്ത അടുപ്പത്ത് തന്നെ മീൻകറി ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഉലുവ ഇട്ടിട്ട് പിന്നെ 2-3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി നല്ല രീതിയിൽ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മീൻകറി കൊടുമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്നതിലേറെ നല്ലത് ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് കൊടുമ്പുളി ഇട്ട മീൻകറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിത് എല്ലാതും ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് കേട്ടോ. അപ്പോൾ മീൻകറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പല പ്രാവശ്യം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. അപ്പോൾ നമ്മുടെ മീൻകറി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിച്ചണിലെ പണിയൊക്കെ ഞാൻ പെട്ടെന്ന് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ അടുപ്പും വിതനൊക്കെ നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിത് വേഗം തിരുമ്പാനായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം തിരുമ്പി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീടൊക്കെ വിട്ട് പോകുമ്പോൾ നമ്മൾ വരുമ്പോൾ കുറച്ചധികം തിരുമ്പാനൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് മെഷീൻക്കൊക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ അകൊക്കെ ഒന്ന് അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അകൊക്കെ അടിച്ച് വാരിയിട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് ഡ്രസ്സ് കല്ലുമ്മലും കൂടി അലക്കിയെടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ള ഡ്രസ്സൊക്കെ അങ്ങനെ കല്ലുമ്മലാണ് കേട്ടോ അലക്കൽ. അപ്പോൾ അതൊന്ന് അലക്കിയെടുക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഏത് വാഷിംഗ് മെഷീൻ ഉണ്ടായാലും നമ്മൾ കല്ലുമ്മ ഡ്രസ്സ് അലക്കുമ്പോൾ അത് വേറൊരു വൃത്തിയാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ കല്ലുമ്മൽ അലക്കാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ അലക്കിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനങ്ങനെ അകൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ 2 ദിവസമായിട്ടുണ്ട് ഇവിടെയൊക്കെ തുടച്ചിട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ചളിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ 2-3 പ്രാവശ്യം അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര തിരക്കാണെങ്കിലും അതേപോലെ തന്നെ മടിയാണെങ്കിലും നമ്മൾ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പണി നമുക്ക് പെട്ടെന്ന് തീർക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മീൻകറി, അതേപോലെ തന്നെ ബീട്രൂട്ട് ഉപ്പേരി, പപ്പടം, പിന്നെ അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മിഷുവൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മിഷുവിന് കഞ്ഞി കൊടുക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ മിഷുവിന് ഫുഡ് കഴിക്കാൻ നല്ല മടിയാണ്. അപ്പോൾ മെനക്കെട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.